ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ള കൊടൈക്കനാലിലാണ്. ഇന്നലെ വന്നതാണ്. ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒടുക്കത്തെ തണുപ്പാണ്. ഞാൻ ഇപ്പം തന്നെ ഈ സെറ്ററൊക്കെ ഇട്ടിട്ട് ഒരുവിധം ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചത് തണുത്ത വെള്ളത്തിലല്ല. തണുത്ത വെള്ളത്തിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ട് വരുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അകത്ത് കയറി ഹീറ്ററിൽ നിന്ന് കുളിച്ചു. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്നൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു പൊക്കമുള്ള ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പം രാവിലെ ആയിട്ടുണ്ട്. ഇന്നിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗുണ കേവ്, അങ്ങനെയുള്ള കുറച്ച് മറ്റേ പില്ലർ റോക്സ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പൈൻ ഫോറസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു വീഡിയോ എടുത്തത്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിന് പോയിട്ട് പിന്നെ കുറച്ച് ഒരു ചെറിയ വില്ലേജിലൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ പോയിട്ട് കാപ്പി കുടിക്കണം. നല്ല നല്ല തണുപ്പാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഇട്ടേക്കണോണ്ട് വലിയ കുഴപ്പമില്ല. ബോട്ടിങ്ങിൻ്റെ ചാർജും ബോട്ടിങ്ങിൽ പോകണം എങ്ങനെയാണ് അതെല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കാപ്പി കുടിക്കാൻ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം കേട്ടോ. വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തത് അങ്ങനെ ഇറങ്ങി വരുവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് റിസോർട്ടിലോട്ടാണ്. പക്ഷേ റിസോർട്ടിൽ നിന്ന് ബോട്ടിങ്ങിനാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതാ കാറിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞ തെറ്റിപ്പോയി, അയ്യോ. അപ്പോൾ നമ്മളിതാ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിക്കിയിലോട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ? അയ്യോ, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ബാഗ് തോളി കിടക്കട്ടെ. ഡിക്കിയിൽ വയ്ക്കാൻ കഴിഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ താമസിച്ച ഇടം ഇതാണ് കേട്ടോ. ഓറഞ്ചിൻ കോട്ടേജ് ലേക്ക് വ്യൂ. അപ്പോൾ ഇതാണ് ആ വഴി. ഇവിടെ നിന്ന് വന്നിട്ട് ഇത് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ, ലെഫ്റ്റ് അല്ല റൈറ്റ് കയറി കഴിഞ്ഞാൽ ഇത് ഇവിടെ കയറാൻ പറ്റും. അപ്പം നമ്മളെ വണ്ടി ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞത്ത് ഈ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ട് ഒരുമാതിരി വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴുകി കഴിഞ്ഞാൽ ഈ അഴുക്കെല്ലാം പോകുള്ളൂ കേട്ടോ. കേരളത്തിൽ മാത്രമാണ് വണ്ടിക്കൊക്കെ പ്രശ്നം കേട്ടോ. വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യണ പ്രശ്നം. ഇവിടുത്തെ വണ്ടി ഉണ്ടോ, നമ്പർ പ്ലേറ്റ് വരൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ ലേക്ക് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം, കാണാൻ പറ്റും. ഇതാണ് ലേക്ക്. ഹായ്, ഇതാണ് നമ്മുടെ കൂടെ വന്ന ഒരാൾ കേട്ടോ. വെൽക്കം ടു കൊടൈക്കനാൽ, നൈസ് ടു മീറ്റ് യു. നമ്മുടെ ആ കൊച്ചി ഇതാ ഇങ്ങനെ ഇരുപണ്ട് കേട്ടോ. ഹായ് ഹായ് ഹായ്. സാർ വണ്ടി എഴുതി എന്തായി? അവിടെ കുറെ കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ. കുഞ്ഞു വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. നമ്മുടെ അവിടുത്തെ വീടുകളൊക്കെ കണ്ട് എന്നിട്ട് ഇവിടുത്തെ വീടുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി തോന്നും. അപ്പോൾ നമുക്ക് നേരെ കാപ്പി പിടിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു മാരൊക്കെ തണുപ്പ്. ഇന്ന് പക്ഷേ അത്രയും തണുപ്പില്ല. ഗ്ലാസ്സൊക്കെ തുറയ്ക്കുന്നുണ്ട്, പക്ഷേ ഗ്ലാസ്സിലൊന്നും വലിയ പോച്ചിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ലേക്ക് കാണാൻ പറ്റും. ക്യാമറ കൂടെ കാണണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കാറിലോട്ട് കയറിയിട്ടുണ്ട്. കാറിൽ നമ്മളെല്ലാം കൂടെ സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രൈവർ മാത്രമേ കയറാറുള്ളൂ. സ്പൾബർ വെളിയിൽ നിന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാം. പശുക്കുട്ടെന്നാണ് നടന്നു. ഹായ്, ഇതാണ് നമ്മുടെ ലേക്കിലേക്കുള്ള റോഡ് കേട്ടോ. ലേക്കിലേക്കല്ല, ടൗണിലേക്കുള്ള റോഡ്. ആദ്യം നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് കയറാം. ഇവിടെ കുറച്ച് ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഇവിടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിശാലമായ പാർക്കിംഗ് സ്പേസ്. പക്ഷേ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ആണ്ട് റൈറ്റിലോട്ട് ഇരിക്കും. നമുക്ക് ഇവിടെ നിന്നേ ഇന്നലെ നമ്മളിത് ഇവിടെ നിന്ന് ചായ കുടിച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങോട്ട് കയറി ചായ കുടിക്കാം. ഓക്കെ, ഇങ്ങോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതാ കാർ ഒതുക്കിയിട്ട് നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കണം. ഓക്കെ, ചായ കുടിക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ ഇവിടെ പാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പാർക്കിങ്ങിന് ഫീ ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം തണുപ്പ് വലിയതായിട്ടില്ല, വെയിലും കൂടെ ഉള്ളതുകൊണ്ട്. ഇന്നലെ രാവിലെ ഒന്നും വലിയ തണുപ്പില്ലായിരുന്നു. വൈകുന്നേരമാണ് കിടക്കുന്നത്, രാത്രി സമയങ്ങളിൽ. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ,
ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. 26. തണുപ്പ് എങ്ങനെയുണ്ട്? വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. പക്ഷെ ആ ചൂട് നമുക്ക് മനസ്സിലാവൂലല്ലേ? ചൂട് ദോശ ഇന്നലെ പറഞ്ഞു കൊടുത്താൽ ആഹാ അടിപൊളി. മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ. റിയൽ പൂവ് തന്നെയാണ്. പിന്നെ ഇവിടെ വാടാത്ത ടൈപ്പ് പൂവുണ്ട് കേട്ടോ. വാടാത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും കൊല്ലം ഇരിക്കുന്ന പൂവുണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ തിരക്കിയതിന് ശേഷം കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ചായക്കടയിലോട്ട് കയറാവുകയാണ്. എവിടെ നിന്നാണ് ഓടിക്കുന്നത്? അപ്പം നമ്മൾ ആ കട ക്യാൻസൽ ആക്കി കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് നടക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ കുടിക്കാം. ഇന്നലെ നമ്മൾ അവിടെ കയറിയിട്ടാണ് എ.ആർ. റഹ്മാൻ എന്ന് വിജയിക്കുന്നുണ്ട്. അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. എ.ആർ. റഹ്മാൻ പോലും സഹിക്കൂല. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ അല്ലേ? ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ. ഒരു മസാല ദോശ 100 രൂപ. നെയ് റോസ്റ്റ് ഒരു നെയ് റോസ്റ്റ് അവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് 120 രൂപയായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് വേറെന്തോന്നാ ചിക്കൻ്റെ ഒരു ഐറ്റം പറഞ്ഞല്ലോ. അതെന്തായാലും കടയിൽ നിന്ന് വട മേടിച്ചാൽ പോലെ ഇന്നലെ ചിക്കൻ്റെ ഒരു ഐറ്റം മേടിച്ച് കഴിച്ചല്ലോ. ചിക്കൻ്റെ ഐറ്റം മേടിച്ചാൽ 550 രൂപ. ഒരു ചിക്കൻ്റെ തന്തൂരി ചിക്കൻ ഇവിടെ വാങ്ങിയതിന് 550 രൂപ കേട്ടോ. ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ അല്ലേ? എന്ത് കണക്കാണോ? എന്തായാലും നമ്മൾ കഴിച്ചതാ. ഇവിടെ നിന്ന് കഴിച്ചേ എ.ആർ. റഹ്മാൻ. നിങ്ങൾക്ക് വരുമ്പോൾ ഓർമ്മ വേണം കേട്ടോ. അപ്പോ ഇവിടെ നല്ല ഉഴുന്നുവട, ബോണ്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഓക്കെ, എവിടെ നിന്ന് കുടിക്കാന്നാണോ? നമ്മളിതാ കാപ്പി കുടിച്ച് ഇവിടെ നിന്നാണ് കേട്ടോ. സൂപ്പർ ഇഡലിയും എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ലേക്ക് കേട്ടോ. ഈ കാണുന്ന ലേക്ക് നമ്മൾ ഒരു കുറച്ച് കറങ്ങി മാത്രമേ അതിന്റെ എൻട്രൻസിൽ ചെന്ന് കയറാൻ പറ്റുള്ളൂ. ബോട്ടുകൾ ഒരുപാട് ഇങ്ങനെ ചരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ തുടങ്ങിയില്ല കേട്ടോ. തുടങ്ങിയത് അങ്ങ് ബോട്ടിങ് തുടങ്ങിയില്ല. ഇവിടെ സൈക്കിളുണ്ട് കേട്ടോ. ഈ സൈക്കിള് നമുക്ക് സ്വന്തമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും, റൗണ്ട് ചെയ്യാൻ പറ്റും. ലേക്കിന്റെ ചുറ്റും ചവിട്ടാൻ പറ്റും റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ. 100-150 കണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് സൈക്കിൾ ഇങ്ങനെ ഉണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് കണ്ടോ. ഇവിടെ നിറച്ച് സൈക്കിളാണ് കേട്ടോ. കുതിര വിത്ത് സൈക്കിളിൽ കുതിര ഓടിക്കണം സംഭവമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിങ്ങിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു റൗണ്ട് നമ്മൾ ലേക്ക് ഫുള്ള് കറങ്ങിയിട്ടുണ്ട് കേട്ടോ. കറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഞാനൊരു കണ്ണാടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ നൈറ്റ് വിഷൻ കണ്ണാടിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. നൈറ്റ് വിഷൻ കണ്ണാടി പോയി ചതിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിങ്ങിനുള്ള ബോട്ടുകൾ കേട്ടോ. ഒരുപാട് ബോട്ട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. സംഭവം തുടങ്ങിയില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സൺസെറ്റൊക്കെ മണ്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോർഡ്. തമിഴായതുകൊണ്ട് എനിക്ക് വായിക്കാതെ ഇവിടെ തുടങ്ങിയായിരുന്നേ. അപ്പോൾ ഇവിടെ കയറി തിരക്കിയപ്പോഴത്തേക്ക് 9 മണിക്ക് സ്റ്റാർട്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. കണ്ടില്ലേ? അപ്പോൾ 9 മണിക്ക് ഇവിടെ തുടങ്ങും. ദ ബോട്ട് വിൽ നോട്ട് ബി പ്രൊവൈഡഡ് ടു ദോസ് ഹു ഹാവ് കൺസ്യൂമഡ് ആൽക്കഹോൾ. ഓക്കെ, മനസ്സിലായല്ലേ? വെള്ളമൊന്നും അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ റൈഡിങ് ജാക്കറ്റല്ല, നമ്മുടെ ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇടാനുള്ള ജാക്കറ്റുകൾ. അബദ്ധവശാൽ എന്തെങ്കിലും അവിടെ പറ്റിക്കഴിഞ്ഞാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും പൊങ്ങിക്കിടക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ധരിച്ചിട്ട് മാത്രമേ നമ്മൾ അതിനകത്ത് കയറ്റുള്ളൂ. ഇവിടെ ബോട്ടുകളെല്ലാം റെഡിയായി കിടപ്പുണ്ട്. അതെല്ലാം കെട്ടിപ്പൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം വർക്കിംഗ് ആവും. തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് കയറാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറാൻ പറ്റും. നമ്മൾ 4-5 പേരുണ്ട് കേട്ടോ. 5 പേര് കൂടെ ഒരെണ്ണത്തിൽ പോകാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ബോട്ട് കൂടെ ഓടിക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകുന്നു. കൂട്ടിയിടിക്കുകയുണ്ട്.
2 സീറ്റർ പെഡൽ ബോട്ട്. ഇത് 2 സീറ്റ്, അതായത് നമുക്ക് 2 പേരൊക്കെ വന്നിട്ട് യാത്ര ചെയ്യാം. അത് സ്വന്തമായിട്ട് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന അതായത് പെഡൽ ചവിട്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സംഭവമാണ് ഈ സൈഡിലുള്ളത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സീറ്റർ പെഡൽ ബോട്ട്. അതായത് നമ്മൾ 4 പേര് വന്നിട്ട് 4 പേരും പെഡൽ ചവിട്ടി ഓടിക്കണം. പെഡൽ ചവിട്ടി ഇതിൻ്റെ അകത്തൂടെ ഓടിക്കണം. ഓക്കെ, ഇതാണ് റേറ്റ് കേട്ടോ, ബോട്ടിങ്ങിൻ്റെ റേറ്റ്. ഇപ്പോൾ സമയം വന്നിട്ട് 8:45 ആയിട്ടുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ തുടങ്ങും. തമിഴ്നാട് ടൂറിസം ബോട്ട് ഹൗസ് കൊടൈക്കനാൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ കേട്ടോ. നമുക്ക് ഇതുവഴി ഇങ്ങനെ വരാൻ പറ്റും. നമ്മളിതാ വേറെ റൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, വേറെ റൗണ്ട് കറങ്ങിയതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ റിസോർട്ടിൻ്റെയൊക്കെ പരസ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. അകത്തോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ കഴിയുക. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ നോക്കി. അപ്പോൾ ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ടിക്കറ്റ് എടുത്തതിൽ. ടിക്കറ്റ് ഒന്ന് കാണിക്കട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. ടിക്കറ്റ് റേറ്റ് എത്രയായി? 400 കേട്ടോ. നമ്മൾ 400-ൻ്റെ സർവീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ 20 മിനിറ്റത്തേക്കുള്ള പരിപാടി. അത് മതി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ടേ നമുക്ക് ബാക്കിയുള്ളതായി ഇറങ്ങാൻ പോകാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുത്ത് തരും. ലൈഫ് ജാക്കറ്റ് ചന്ദ്രയിൽ നിന്ന് വന്നതാ. അപ്പൊ ലൈഫ് ജാക്കറ്റ് എല്ലാവരും ഇടണം, അതുകൊണ്ട് ഞാനും ഇടണം. ഓക്കെ, ലൈഫ് ജാക്കറ്റ് ഇട്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 400 ടിക്കറ്റ് ആണെങ്കിൽ 800 രൂപയ്ക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് 400 രൂപ തിരിച്ച് റീഫണ്ട് ആക്കി തരും. ഓക്കെ ഗൈസ്, നമ്മളിതാ ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇത്രയും പേരുണ്ട് കേട്ടോ. ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. ആദ്യമായാണ് ഞാൻ ബോട്ടിൽ കയറുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിൽ. നിങ്ങളൊക്കെ പിന്നെ ഷിപ്പിലാണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് ആടുന്നു കേട്ടോ കിടന്നു. ഇവിടെ ഇങ്ങനെ പങ്കായത്തിന് തുഴഞ്ഞു പോവുകയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. എന്ത് പറ്റി കഴിഞ്ഞാൽ എന്താ, ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു വിഷയമില്ല. ലൈഫ് ജാക്കറ്റ് ഉള്ള നമ്മളെ കൊച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ട്. അതെന്ത് പേടിച്ച് കുറച്ചിരിക്കണേ. ഞാൻ എടുത്തിട്ട് ജാക്കറ്റ് തന്നെ വിളിട്ടെ. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല രീതിക്ക് തണുപ്പ് ഇവിടുന്ന് അടിക്കുന്നുണ്ട്. വേറെ വെയിലിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിൽ അനുവദിച്ചിട്ടുള്ള ടൈം 20 മിനിറ്റ് ആണല്ലേ. ചേട്ടനെ എപ്പോഴും തോന്നും അപ്പോഴും നിർത്തും കേട്ടോ. അപ്പൊ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയതാ കുറച്ച് ഇങ്ങോട്ട് പുറത്തോട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. വെയിൽ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. ഇങ്ങനെ വേറൊരു ബോട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, പങ്കായ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് തുഴയുന്നുണ്ട്. ഇപ്പുറ സൈഡിൽ വേറൊരു പങ്കായുണ്ട്. വാവ്, അടിപൊളി വ്യൂ കേട്ടോ. എത്ര ആഴം ഉണ്ടെന്ന് ചേട്ടന് പറയാം കേട്ടോ. 80 അടി ആഴമുണ്ട് കേട്ടോ ഈ സംഭവത്തിന്. കണ്ടു കഴിഞ്ഞാൽ പറയൂല. വീട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. 80 അടി പോണെങ്ങാനും പോയി കഴിഞ്ഞാൽ പോയി. 80 അടി ഒരു കാരണവശാലും കിട്ടൂല. വേണ്ട വേണ്ട വേണ്ട. എങ്ങനെയുണ്ടോ? ഞാനേ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരിക്കട്ടെ. അടിപൊളി കേട്ടോ. ഇപ്പൊ അതിന്റെ വ്യൂ കറക്റ്റ് ആയത്. നമ്മളിതാ ഇങ്ങനെ മൂലയിൽ വന്നിട്ടുണ്ട്, ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഈ വഴി കൂടെയാണ് നമ്മൾ നേരത്തെ അങ്ങോട്ടൊക്കെ പോയത് കേട്ടോ, കാറിൽ കറങ്ങിയത്. അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. നോക്കി എന്നുള്ള വീടുകളായിട്ട് വ്യൂ ഉണ്ട്. ഇവിടെ ഈ ഇതിന്റെ സെന്ററിൽ എന്താ ഇരിപ്പുണ്ട് കേട്ടോ. ഫൗണ്ടൻ ആണോ? മറ്റേ വെള്ളം ചാടുന്ന സംഭവമാണോ? ഓ, ഇത് മറ്റേ വാട്ടർ ഫൗണ്ടൻ ആണ് കേട്ടോ. ഇത് വെള്ളം ചാടും, ഇതിന് ലൈറ്റൊക്കെ അടിക്കും കേട്ടോ. അത് അടിപൊളിയായിരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. വേറൊരു ബോട്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അത് സ്വന്തമായിട്ട് പെഡൽ ബോട്ടാണ്, അത് ചവിട്ടി വരാൻ പറ്റും. ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട, ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, മാമ ഓടിക്കും. ഹായ്.
ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്വന്തമായിട്ട് തുഴഞ്ഞു പോകാൻ പറ്റുന്ന ബോട്ടുകളുണ്ട്. അത് പക്ഷേ പെഡൽ ബോട്ടുകളാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചവിട്ടി പോകാൻ പറ്റും. അതാണ് അവിടെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഒരാൾ കൂടെ കാണും, നമ്മൾ പിറകിലോട്ടിരിക്കും, അവർ തുഴയും, നമ്മൾ കാഴ്ചകൾ കാണും, ആസ്വദിക്കും. ഇതാണ് ബെസ്റ്റ്. മറ്റേത് ഇവിടെ ഒരു രസമായിരിക്കും. ഈ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വരുന്നവർക്കെല്ലാം കൂടി സ്വന്തമായിട്ട് തുഴഞ്ഞ് പോകാൻ പറ്റും. അത് അടിപൊളി ഫീല്. ഇത് വേറെ അത് വേറെ. അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ബോട്ടിങ് നമ്മളായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം ഇനിയിപ്പം തിരക്ക് തുടങ്ങും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർ ഇന്നിപ്പം ബോട്ടിങ്ങിൽ കയറാൻ പ്ലാൻ ചെയ്ത് വരുന്നവരായിരിക്കും നമ്മളെ പോലെയുള്ള. നമ്മൾ നേരത്തെ വന്നതുപോലെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ പോയി. അപ്പോൾ ഇനിയിപ്പം നല്ല തിരക്ക് ആവാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, നല്ല തിരക്കാവും. അതുകൊണ്ടാണ് ഇത്രയും ബോട്ടുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ബോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബോട്ട് നഷ്ടം കാണില്ല. മിക്കവാറും വീണ്ടും അടുത്തൊരു ട്രിപ്പ് പോകേണ്ടി വരും. സംഭവം അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കരുത്. കയറണം, ഒന്ന് കറങ്ങണം, വെള്ളത്തിൽ കൂടെ കറങ്ങണം. വെയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താ തൊപ്പിയൊന്നും വെച്ചിട്ടില്ല. നല്ല തണുപ്പാണ്, അടിപൊളിയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിൽ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ പതുക്കല്ലേ പോകണം. അങ്ങനെ അവസാനം എന്താ നമ്മൾ പോയടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറാനാണ് ടാസ്ക്. ഇങ്ങോട്ട് കയറിയെത്തി ടാസ്ക് ആയിരുന്നു കേട്ടോ. വള്ളം കിടന്ന് ആടുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ ഒരു പേടി വരും. എനിക്ക് പേടി ഉണ്ടായിരുന്നു. എന്താ അടുത്ത ബോട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അവിടെ ആളുകളൊക്കെ ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്. അടുത്ത ട്രിപ്പ് പോകാനാണ് കേട്ടോ. ഒരുപാട് ലൈഫ് ജാക്കറ്റുകൾ ഇവിടെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള തിരക്കുണ്ട്. അതുകൊണ്ടാണ് ചേർത്ത് നിർത്തും കേട്ടോ. ഓക്കെ, അത് ഇവിടെ കൊണ്ട് ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പതുക്കെ ഇറങ്ങാം. ചേട്ടൻ പറയുന്ന രീതിയിൽ ഇറങ്ങണം കേട്ടോ. അയ്യോ, ഇതാ പോകുന്നു നമ്മള്. ചേട്ടൻ വെളി ഇറങ്ങിയിട്ടുണ്ട്. അത് കയറ് പിടിച്ച് കെട്ടുമായിരിക്കും. ഇല്ല, ഓരോരുത്തരായിട്ട് ഇറങ്ങി കൊടുത്താൽ മതി. വള്ളം കിടന്ന് ആടുന്നുണ്ട്, പക്ഷെ ഒന്നും പോകൂല. ഇറങ്ങട്ടെ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഉള്ളൊരു വ്യൂ കേട്ടോ. ഇപ്പൊ എന്താ കണ്ടല്ലോ, തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ നിറച്ച് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. മൊത്തം കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ടിക്കറ്റ് ഇവിടെ ബാർകോഡ് ചെയ്തിട്ട് കറക്റ്റ് റീഫണ്ട് ആക്കാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്തെടുക്കും കേട്ടോ. ഇപ്പം എന്താ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ബോട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞല്ല, ഒരുവിധം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ അത്രയും കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ആളുകൾ പോകാൻ വേണ്ടി കയറി ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. ജാക്കറ്റ് എടുക്കാൻ കുറേ പേര് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, 6 സീറ്റർ ബോട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇതിലാണ് നമ്മൾ പോയത്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെ വന്നവരെയൊന്നും കാണാനില്ല കേട്ടോ. അവരൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വെളിയിലോട്ട് പോകും. ഓക്കെ, വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവരിവിടെ നിൽപ്പുണ്ട്. എന്താണ്, ഐസ്ക്രീം മേടിക്കാനാണ്? എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ടിങ് അടിപൊളിയായിരുന്നു. എല്ലാവരും വരണം. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കഴിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാറ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ കുറെ മാങ്ങ, ക്യാരറ്റ് അരിഞ്ഞത്, അങ്ങനെയുള്ള കോളിഫ്ലവർ, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ബോട്ടിങ്ങിന്റെ കാര്യങ്ങൾ. അപ്പം ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും കയറണം. ഉറപ്പായിട്ടും വരണമെന്നല്ല, താല്പര്യമുള്ളവരെ കൊണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ കയറി കറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേറെ ഒന്നും പറയാനില്ല, നല്ല രസമാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ കറക്റ്റ് പറഞ്ഞുതരാം. 6 പേര്, 4 പേര്, 2 പേര്, ഇങ്ങനെ വരുന്ന 3 സെക്ഷൻസ് ആണ് ഇവിടെ ബോട്ടുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിംഗ് സൗകര്യങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് തുഴഞ്ഞു പോകാൻ പറ്റുന്നതും അല്ലാതെ ഒരാൾ കൂടെ വരുന്നതായിട്ട്, അതായത് ഒരു ഗൈഡ് കൂടെ വരുന്നതായിട്ടുള്ള ബോട്ടിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഒരു ഗൈഡ് കൂടെ വരുന്ന ബോട്ടിൽ 6 പേര്, അതായത് നമ്മൾ 6 പേർക്ക് കയറാൻ പറ്റും. അതിന് ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ്. നമ്മളിന്ന് 800 രൂപ കയറുമ്പോൾ മേടിക്കും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് 400 രൂപ റീഫണ്ട് ചെയ്ത് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് തുഴഞ്ഞു പോകാൻ പറ്റുന്ന പെഡൽ ബോട്ടും, പിന്നെ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് തുഴഞ്ഞു പോകുന്ന പെഡൽ ബോട്ടുകളും. അപ്പോൾ അതൊക്കെ നമുക്ക് 400, 200 ആ റേറ്റിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തുഴഞ്ഞു പോകാൻ പറ്റും. സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കാവണതിന് മുമ്പ് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ വന്നാണ് അടിപൊളിയായിട്ട് നല്ല എന്തിനാണ് ഒരു ആംബിയൻസിൽ കണ്ടിട്ട് അങ്ങ് പോവാം. പിന്നെ ഇത് പാടില്ല. ഇപ്പം നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങളിൽ, അതായത് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണെങ്കിലും പോവാം. ഇപ്പോൾ 9:30 മണി ആയിട്ടുണ്ട്. 9 മണിക്ക് കറക്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റിൽ നമ്മൾ കയറി. അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു എന്താണ്, ഒരു ക്രോമാറ്റിക്കും എല്ലാം കൂടെ ചേർന്നൊരു ഗ്രീനിയും എല്ലാം കൂടെ ചേർന്ന ഒരു വ്യൂ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മുടെ ബോട്ടിങ്ങിനെ പറ്റിയും ബോട്ടിങ്ങിന്റെ ചാർജിനെ പറ്റിയും ബോട്ടിംഗ് കാഴ്ചകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.